ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PDC ചാനൽ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോണത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള കറിയാണ്. അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു 2 സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുക്കറിൽ 2 സീറ്റ് അടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 കറിവേപ്പില, 2 ഉണക്കമുളക്. അപ്പോൾ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ നോക്കാം. അപ്പോൾ ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ മതി. പിന്നീട് നമ്മളിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് നമുക്കൊരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഉണക്കമുളക് ഒന്ന് റെഡിയായ ശേഷം അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടിട്ട് നമുക്ക് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റുക. സവാള ഒന്ന് വഴറ്റി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നുറുക്കി വെച്ചതും കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഇളക്കുക. ഒരു 2-3-4 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും അത് പാകമായിക്കോളും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ ഒരൽപ്പം ഗരം മസാലപ്പൊടി, ഇവിടുത്തെ മൗറീഷ്യസ്തിയാണ്, അതൊരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഒരു 2 മിനിറ്റോളം ഇതിനെ തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ ഇത് ഇവിടെ തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ആരോഗ്യത്തിന് നല്ലതും ഒരു ഈസി ആയിട്ടുള്ള കറിയാണ്. ഒരു 2 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒന്നും കൂടി തിളപ്പിച്ച ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ഈസി ആൻഡ് ഹെൽത്തി കറിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.